தவிப்புகளும் தானாய் தீர்ந்ததென்ன எதிலும் மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன தீரா தவிப்புகளும் தானாய் தீர்ந்ததென்ன மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன. വെൽക്കം ടു ചങ്സ്റ്റോക്ക്. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ 2 മൂവിയിലെ സെക്കൻഡ് സിംഗിൾ ആണ് വന്നിരിക്കുന്നത്. ലിറിക്കലാണ്. ഓബിയസ്ലി നമുക്കറിയാം ലിറിക്കലേ അവർ ഇറക്കുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ മിസ് ചെയ്തിട്ടോ ഫസ്റ്റ് സിംഗിൾ മിസ് ചെയ്തു. ഫസ്റ്റ് സിംഗിൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇതാണ് ഫസ്റ്റ് സിംഗിൾ എന്നാണ്. പക്ഷെ അല്ല, ഫസ്റ്റ് സിംഗിൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് കുറച്ചൊരു മാസ് ടൈപ്പ് സോങ് ആണ് കേട്ടത്. ആ ഒരു സംഭവമാണ്. അനിരുദ്ധിന്റെ മ്യൂസിക് ആകുമ്പോൾ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ. പ്രത്യേകിച്ച് ശങ്കർ സാറിന്റെ പടം, അത്രയും കാലമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പടം ഇന്ത്യൻ 2. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പ്രാവശ്യത്തെ സോങ്ങിന്റെ പേര് നീലോർപ്പം എന്നായിട്ടാണ്. അത് മാത്രമല്ല വൈബ് ഇസ് ടോട്ടലി ഡിഫറെന്റ് പോലെ അല്ലെ. കാരണം വെച്ചാൽ ഇതിന്റെ തമിഴില് കാണുന്ന സമയത്താണെങ്കിൽ ഇന്ത്യൻ 2 ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം ഇതിന്റെ അകത്ത് ഈ സോങ്ങിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥും അതുപോലെ രാകുൽ പ്രീത് സിംഗ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും കേട്ടോക്കെ എന്താന്നുള്ള സോങ്. എക്സ്പെക്ട് ചെയ്യുന്ന റൊമാൻറ്റിക് സോങ് ആണ് സാധ്യത. പക്ഷെ എന്താ വെച്ചാൽ ഇന്ത്യൻ മൂവിയിലെ ആ ഒരു, കാരണം നമ്മൾ ഇന്ത്യൻ മൂവി റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലെ ഒരു എൻഡിങ് ഒക്കെ നമ്മൾ കണ്ടിട്ട് പിന്നെ ഈ ഒരു സംഭവത്തിന് തമിഴില് കാണുന്ന സമയത്ത് ഇത് അത് തന്നെയാണ്, വേറൊരു മൂവിയൊക്കെ പോലെ ഒരു ഫീലാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് നേരെ കണ്ടുനോക്കാം. തുടങ്ങാം. റെഡി? ஜீரோ டாலரன்ஸ். நீலூர்ப்பம் நீரில் இல்லை, ஏன் தாண்டினா இல்லை, இனி ஏதும் தடங்கள் இல்லை, எப்போதும் நெஞ்சில் தொல்லை, தூக்கங்களும் இல்லை, இதை மீறி புகார்கள் இல்லை, நெருங்கி நீ நேரில் முத்தங்கள் தராத போதும் எரிந்திடும் முத்தம் காற்றிலே வந்தாக வேண்டும், தடுக்கி நீ வீழ வேண்டும் என்று கூட ஆசை உண்டுதான், தடுத்து நான் தாங்கிக் கொண்டு தூக்கி செல்ல வேண்டும் என்றுதான் மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன ஈரா தவிப்புகளும் தானாய் தீர்ந்ததென்ன நீ இன்றி நான் இல்லை. കാണിച്ചിരിക്കുന്നല്ലോ. ശ്രുതിക രണ്ടുപേരും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല പടം. பார்க்கவில்லை உன்னை ஆவலாதி கேட்கவோ, நடந்ததை மெல்ல மெல்ல நீயும் சொல்ல தோளில் சாய்க்கவோ, மாறா மனம் இரண்டும் ஒன்றாய் சேர்ந்ததென்ன ஈரா
തവിപ്പുകളും താനായി തീർന്നതെന്ന് എതിലും മാറാ മനമിരണ്ടും ഒன்றாய் சேர்ந்ததென்ன തീരാ തവിപ്പുകളും താനായി തീർന്നതെന്ന നീയിன்றி ഞാനില്ലേ. ഓ ഓ, ഓ. நெருங்கி நீ நேரில் முத்தங்கள் தராத போதும் எரிந்திடும் முத்தம் காற்றிலே வந்தாக வேண்டும். மாறா மனமிரண்டும் ஒன்றாய் சேர்ந்ததென்ன தீரா தவிப்புகளும் தானாய் தீர்ந்ததென்ன எதிலும் மாறா மனமிரண்டும் ஒன்றாய் சேர்ந்ததென்ன தீரா தவிப்புகளும் தானாய் தீர்ந்ததென்ன மாறா மனமிரண்டும் ஒன்றாய் சேர்ந்ததென்ன தீரா தவிப்புகளும் தானாய் தீர்ந்ததென்ன எதிலும் மாறா மனமிரண்டும் ஒன்றாய் சேர்ந்ததென்ன தீரா தவிப்புகளும் தானாய் தீர்ந்ததென்ன நீயின்றி நான் இல்லை. സൂപ്പർ സൂപ്പർ, ഭയങ്കര രസം. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏതോ ഒരു എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു സോങ് വരാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിൽ ഈ ഒരു സോങ് വരാനോ ആണ് സാധ്യത തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഈ ഒരു സോങ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഇന്ത്യനിൽ തന്നെയാണോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സോങ്സ് ഒക്കെ ഉണ്ട് അല്ലേ? കാരണം അത് ഏകദേശം ഒരു സെക്കൻഡ് ഹാഫ് ആവുമ്പോഴേക്കും മൂവി ഒന്ന് മാറുന്നതാണ്, അല്ലെങ്കിൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ മൂവിയുടെ തല ഒന്ന് മാറുന്നതാണ്. പക്ഷെ അതിനകത്ത് ഫസ്റ്റ് തൊട്ട് നമ്മൾ കാണുകയാണെങ്കിൽ കുറെ ഫീൽ ഗുഡ് സാധനങ്ങളാണുള്ളത്, അതിനകത്ത് നല്ല നല്ല സോങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചിലപ്പോ ഓരോ സോൾ സോങ് ആവാൻ സാധ്യതയുണ്ട്. അതായത് ആ ഒരു റൊമാൻറ്റിക് ട്രാക്കും സംഭവങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ശങ്കർ സാർ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ മാക്സിമം റിച്ച്നെസ് കൊണ്ടുവന്നിട്ടാണ് പൊതുവെ പണ്ട് മുതലേ ആ ഒരു കാലഘട്ടത്തിൽ അധികം ടെക്നോളജി ഇല്ലാത്ത സമയത്ത് പോലും ഭയങ്കര റിച്ച് ആക്കാറുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് അപ്ഡേറ്റഡ് ആയിട്ട് ആ ഒരു ലൊക്കേഷൻ സാധനങ്ങളൊക്കെ കാണിച്ചതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ പാട്ട് എടുത്തു പറയണ്ട കേട്ടോ, കാരണം ഒരു രക്ഷയില്ലാണ്ട് പാടിയിട്ടുണ്ട് ആ മെയിൽ സിംഗർ പ്രത്യേകിച്ച്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് ആ ഒരു മ്യൂസിക് ആയിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയിട്ടല്ലേ. ശരിക്ക് ഇവിടത്തെ ഒരു ക്ലൈമറ്റിന്റെ ആ ഒരു ഇതും ആ ഒരു സോങ് അത് ഇടക്കിടക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫ്ലവറിങ് സംഭവങ്ങളൊക്കെ എനിക്ക് ആ വിഷ്വലിനെക്കാളും കൂടുതൽ ഞാൻ സത്യം പറയാം, ഞാൻ ഈ വിഷ്വലിനെക്കാളും കൂടുതൽ ഇടക്കിടക്ക് എന്റെ അങ്ങോട്ട് കണ്ടുപോകുന്നുണ്ടായിരുന്നു. കാരണം ആ അവിടെ ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കണം തോന്നുന്നുണ്ട്. കാരണം വെച്ചാല് ശരിയാ പറഞ്ഞത്, കാരണം വെച്ചാൽ ഇതിനകത്തുള്ള ആ ഒരു ഫീലും ആൻഡ് വെദർ ആൻഡ് വേണമെങ്കിൽ കാണിച്ചു അത് ഭയങ്കരമായിട്ട് മാച്ചിങ് ആണ്. ഇവിടെ എനിക്ക് വേറെ വിഷ്വലൊന്നും ഇല്ല, പക്ഷെ എന്താ വെച്ചാൽ ഐ വാസ് ഇൻ ദാറ്റ് ഫീൽ, ഭയങ്കരമായിട്ട് ഒരു ഫീല് വരുന്നുണ്ടായിരുന്നു ആ ഒരു സോങ്ങിന്റെ റൊമാൻറ്റിക്. പ്രത്യേകിച്ച് അവർ രണ്ടുപേരെയും ലിറിക്കൽ ആടുന്നുണ്ടെങ്കിലും വി വർ ലൈക്ക് വി ആർ ജസ്റ്റ് ഇമാജിനിങ് സംതിങ് അല്ലെ. ആ ഒരു സോങ് നമ്മുടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു ഫീൽ ആണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രം അനിരുദ്ധ്. നമ്മൾ അനിരുദ്ധിനെ കൂടുതലും ആ ഒരു അടിച്ചുപൊളി റീസെന്റ് അടിച്ചു. ആദ്യം തുടക്കത്തെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഭയങ്കര മെലഡീസ് ആയിട്ടുള്ള സോങ്ങുകൾ കിട്ടി. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ബീറ്റ് കൂടി അനിരുദ്ധിന്റെ മ്യൂസിക് ആണ് പൊതുവെ. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടക്കിടക്ക് ചെയ്യുന്ന നമ്മളെ ലിയോലൊക്കെ ഉണ്ടായിരുന്നു, ജയിലറിലും ഉണ്ട് നമ്മളെ മറ്റേ സോങ് ഇല്ലേ ആ സാധനങ്ങളൊക്കെ. ആ ഒരു സംഭവം ഉണ്ട് ഇതിന്റെ അകത്തും. റൊമാൻറ്റിക് ആണ്. അപ്പൊ അവിടെ പിന്നെ അമ്മ സോങ് മറ്റേ ഇതാണ് റോക്ക് സ്റ്റാർ DSP ചെയ്തല്ലേ അമ്മ സോങ്, മറ്റേ വാരിസിലെ അല്ലല്ലോ തമനാണ്. പക്ഷെ എന്താ വെച്ചാല് അനിരുദ്ധിനെ ഇങ്ങനെ ഒരു കുറച്ച് നാളായി നമുക്ക് കിട്ടിയിട്ട് അല്ലെ. ഇനി നമ്മള് കേൾക്കാത്തതാണ് സംഭവം. അല്ല നമ്മളിപ്പോ അടുത്ത് കേട്ടിരിക്കുന്ന റൊമാൻറ്റിക് ആയിട്ട് ഇപ്പൊ അടുത്തൊന്നും കേട്ടിട്ടില്ല. ഒന്ന് കൂടുതലും ഭയങ്കര ഹൈ ബീറ്റ് സാധനമാണ്, ഭയങ്കര ബീറ്റ് കൂടിയതും അങ്ങനത്തെ ഒരു റോക്ക് സ്റ്റാർ ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇതുപോലത്തെ ഐറ്റംസും ഉണ്ട് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതിന്റെ അകത്ത് പറയുന്ന ശരിക്കും ഒരു ഫ്യൂഷൻ ആണ്. ആ ഒരു മെലഡിയസ് സംഭവം ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ അനിരുദ്ധിന്റെ ആ ഒരു ബീറ്റ് കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് ആ ഒരു കയറി വരുന്ന ഒരു സാധനം കിട്ടുന്നുണ്ട്. പക്ഷെ അത് നല്ലോണം രസത്തിൽ പോകുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു ഇതിലോട്ട് കയറി ആ ഒരു ചെറുതായിട്ടൊരു ലൂപ്പൊക്കെ കിട്ടുന്നതായിട്ട് ആ സാധനങ്ങളൊക്കെ നല്ലൊരു ലൂപ്പ് ഫീൽ ഉണ്ടായിരുന്നു.
ഒരു എന്തായാലും രക്ഷയില്ല. രക്ഷയില്ല. സോങ്ങിന്റെ ആ ഒരു 100% അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധിന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട്, കാരണം ഒരു ചെറിയൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, ഒരേ മോഡ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യനിലെ ഫസ്റ്റ് നമ്മൾ എന്തോ ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. AR റഹ്മാൻ സാർ ചെയ്ത സിനിമേന്റെ ഒരു 2ാം ഭാഗം ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം അനിരുദ്ധിന് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എവറി വൺ ഇസ് യൂണിക്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്, ബിക്കോസ് ദിസ് മൂവി വാട്ട് ഡിമാൻഡ്സ്, അത് കറക്റ്റ് ആയിട്ട് അറിയാം. അത് മാത്രമല്ല, എന്ന് പറയുന്ന ഡയറക്ടറിന് അറിയാം. കാലം മാറിയിട്ട് വരുന്ന സിനിമയാണ്. ഇപ്പൊ 2024, അത് ഇത് പണ്ട് ഇറങ്ങിയ സിനിമയാണ്, ഇത് 2024 അപ്പം 2024 പുതിയൊരു കാലത്തിന്റെ സംഭവത്തിൽ എല്ലാ അത് അപ്ഡേറ്റും കാണാനുണ്ടല്ലോ. കാരണം ഇപ്പൊ ഈ സോങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും, ബിക്കോസ് ദ ടൈം ഹാസ് ചേഞ്ച്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മോഡും മാറ്റാണ്. പക്ഷെ അതിന്റെ ഒരു നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കൊരു ഫീല് കിട്ടിയാൽ മതി. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് അതിന്റെ ഒരു ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ ഇതായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം എൻഡിൽ അമ്മാതിരി ഒരു എൻഡാണ് ശരിക്കും ഇന്ത്യൻ എൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരെ നമ്മളെ ചെറിയൊരു കഥയൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ. പിന്നെ സേനാപതി എന്ന് പറയുന്നത് ഇപ്പോഴും അമാനുഷികനായിട്ട് നിൽക്കുന്ന അത് ഭയങ്കര ഒരു സസ്പെൻസ് ആട്ടോ. അറിയില്ല എന്താ കാണിക്കാൻ പോകുന്നുള്ള. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സെക്കൻഡ് സിംഗിൾ. ഫസ്റ്റ് സിംഗിൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അല്ലെ, നോക്കാം. നിങ്ങൾക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.